2019 300 കടന്ന് അധികാരമുറപ്പിക്കാൻ BJPയെ സഹായിച്ച അതേ ഹിന്ദി ഹൃദയഭൂമി ഇക്കുറി വില്ലനായി. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പ്രചാരണത്തിന്റെ തുടക്കം മുതൽ സമാജ്വാദി പാർട്ടി പ്രകടിപ്പിച്ച ആത്മവിശ്വാസം ശരിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. കഴിഞ്ഞ തവണ വെറും 5 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന സമാജ്വാദി പാർട്ടിയും ഇന്ത്യ മുന്നണിയും ഇത്തവണ 43 സീറ്റ് പിടിച്ചു. UPയിൽ ദുർബലമായ കോൺഗ്രസിന് ഉയർത്തെഴുന്നേൽക്കാൻ വഴി തുറന്നത് SPയുടെ പോരാട്ടം തന്നെ. കഴിഞ്ഞ തവണ 62 സീറ്റ് നേടാനായ BJPക്ക് ഇത്തവണ 33ലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ഗുജറാത്തിനെ പോലെ ഹിന്ദുത്വ പരീക്ഷണശാലയുടെ വിളനിലമായി BJP കരുതിപ്പോന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശും. UP പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാമെന്നത് തിരിച്ചറിഞ്ഞാണ് 1990കൾ മുതൽ ഇങ്ങോട്ട് BJP UPയിൽ കരുക്കൾ നീക്കിയത്. അയോധ്യ രഥയാത്രയും പിന്നീട് ബാബരി മസ്ജിദ് തകർത്തതുമെല്ലാം അവരുടെ ഹിന്ദുത്വ പരീക്ഷണത്തിന്റെ ഏറ്റവും മുന്തിയ പ്രയോഗങ്ങളായിരുന്നു. ഇതിന്റെ പ്രതിഫലം 1990കൾക്ക് ശേഷം ഇങ്ങോട്ട് കാണാനായി. 1991 ശേഷം ഇങ്ങോട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 2-3 സന്ദർഭങ്ങളിൽ ഒഴിച്ച് BJPക്ക് വോട്ട് വിഹിതം 30% കടത്താനായിട്ടുണ്ട്. പക്ഷേ ഇക്കുറി ഈ അജണ്ടകളൊന്നും വിലപ്പോയില്ല. അയോധ്യ രാമക്ഷേത്രത്തിന്റെ കൊട്ടിഘോഷിച്ച ഉദ്ഘാടനത്തിനും അയോധ്യ ക്ഷേത്ര നഗരിയായി വികസിപ്പിച്ച ആഘോഷങ്ങൾക്കും ശേഷമുണ്ടായ തിരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിലും BJPക്ക് തിരിച്ചടിയേറ്റു. രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ സംഘപരിവാറിന് അത് ആഘോഷിക്കാൻ വകയില്ലാതെയായി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാമക്ഷേത്രം കാര്യമായി ചർച്ചയായതുമില്ല. BSP-SP സഖ്യത്തോളം ബലമുള്ളതല്ല UPയിൽ SP കോൺഗ്രസ് സഖ്യം. എന്നിട്ടും SPയുമായി സഖ്യം ചേർന്നപ്പോൾ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള മുന്നേറ്റം സാധ്യമാക്കാനായത് സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ സജീവ ചർച്ചയാക്കിയതിനാലാണ്. മോദി യോഗി പ്രഭാവത്താൽ ജയിച്ചു കയറാമെന്ന BJPയുടെ പല സിറ്റിംഗ് MPമാരുടെയും മനോഭാവവും പെരുമാറ്റത്തിലെ ധാർഷ്ട്യവും ഇക്കുറി പാർട്ടിക്ക് തിരിച്ചടി തന്നെയായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൈകാരികമായി വോട്ട് ചെയ്ത ജനത ഇത്തവണ ബുദ്ധി ഉപയോഗിച്ച് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി വോട്ട് ചെയ്യുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച വാരണാസിയിൽ പോലും കഴിഞ്ഞ തവണയുണ്ടായ ഓളം ഇത്തവണയുണ്ടായില്ല. അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ വേളയിൽ പോലും കഴിഞ്ഞ തവണത്തേതുപോലൊരു ആൾക്കൂട്ടമില്ലായിരുന്നു. വാരണാസിയിൽ വോട്ടെണ്ണുന്നതിനിടയിൽ മോദി പലതവണ പിന്നോട്ട് പോയി. കോൺഗ്രസിന്റെ അജയ് റായ് മോദിയെ വിറപ്പിച്ചു എന്ന് വേണം പറയാൻ. ഒടുവിൽ നനഞ്ഞ പടക്കം പോലെ നന്നേ വിയർത്തൊരു വിജയമാണ് മോദിക്ക് ലഭിച്ചത്. ഭൂരിപക്ഷം 4.25 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷത്തോളമായി കുത്തനെ ഇടിഞ്ഞു. ഹിന്ദുത്വ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി അടക്കം തീവ്ര വർഗീയ പ്രചാരണത്തിലേക്ക് കടന്നത്. UPയിലെ ദളിത് പിന്നോക്ക മേഖലകളിൽ ഈ പ്രചാരണം അവർ തീവ്രമാക്കി. പക്ഷേ ഇതുകൊണ്ടൊന്നും ജീവിത ദുരിതം അനുഭവിക്കുന്ന ദളിത് പിന്നോക്ക വോട്ടർമാരെ സ്വാധീനിക്കാനായില്ല എന്നാണ് വോട്ട് ഫലം തെളിയിച്ചത്. UPയിലെ മാൻ ഓഫ് ദി മാച്ച് എന്ന് വേണം അഖിലേഷ് യാദവിനെ വിശേഷിപ്പിക്കാൻ. SP വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാനുള്ള BJP തന്ത്രങ്ങളെ അഖിലേഷ് പൊളിച്ചടക്കിയത് ആത്മവിശ്വാസത്തിന്റെ പിൻബലത്തിലാണ്. പിതാവ് മുലായം സിംഗ് യാദവിന്റെ വിയോഗശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവ് പിതാവിന്റെ വഴിയെ കരുത്തനാകുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് SP സഖ്യം പരാജയപ്പെട്ടപ്പോഴുണ്ടായ പരിഹാസത്തിന് കുറിക്കുകൊള്ളുന്ന മറുപടിയാണിത്. നിലവിൽ അംഗബലത്തിൽ ഇന്ത്യ സഖ്യത്തിലെ രണ്ടാമത്തെ കക്ഷിയാണ് SP.